Question number 3. Relation between time t and distance x. T time ആണ് distance x ആണ്. ആ t തന്നിരിക്കുന്നത് ആൽഫ എക്സ് സ്ക്വയർ പ്ലസ് ബീറ്റ എക്സ്, വേർ ആൽഫ ആൻഡ് ബീറ്റ ആർ കോൺസ്റ്റൻസ്. ദ റിലേഷൻ ബിറ്റ്വീൻ ആക്സിലറേഷൻ എ ആൻഡ് വെലോസിറ്റി വി. ടൈമും ഡിസ്റ്റൻസും തമ്മിലുള്ള ബന്ധം തന്നിട്ട് ആക്സിലറേഷനും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ചോദിക്കുകയാണ്. ഉറപ്പായിട്ടും ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ അതിൽ എക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ സൈഡിൽ വി വരും. ടൈമിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആ രൂപത്തിലേക്ക് മാറും. അപ്പോൾ നമുക്ക് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിലൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ടി ഈസ് ഈക്വൽ ടു ആൽഫ എക്സ് സ്ക്വയർ പ്ലസ് ബീറ്റ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു ആൽഫ കോൺസ്റ്റൻ്റ് ആണ്, എക്സ് സ്ക്വയറിൻ്റെ ഡിഫറൻസിയേഷൻ 2x ആണ്. So that can be written as 2 alpha x and beta x in differentiation plus beta ആണ്. ഭയങ്കര സിമ്പിൾ ആയിട്ട് ഡിഫറൻഷിയേഷൻ ചെയ്യാം. ഇപ്പോൾ കണ്ടിരിക്കുന്നത് നോക്കൂ, എന്താണ് ഡി ടി ബൈ ഡി എക്സ്? ഡി എക്സ് ബൈ ഡി ടി വെലോസിറ്റി അല്ലേ? അപ്പോൾ ഡി ടി ബൈ ഡി എക്സ് 1 ബൈ വെലോസിറ്റി. ദാറ്റ് 1 ബൈ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ. ഇപ്പം വെലോസിറ്റി കിട്ടി. ഇനി അതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് തന്നെ ആക്സിലറേഷൻ ആക്കി മാറ്റാം. വെലോസിറ്റീൻ്റെ ഡിഫറൻസിയേഷൻ ആണല്ലോ ആക്സിലറേഷൻ. ഇനി വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഈ ടൈം 0 ആയിരിക്കും. ബീറ്റ ആണല്ലോ, കോൺസ്റ്റൻ്റ് ആണല്ലോ. ഈ വി സ്ക്വയറിന് മേലേക്ക് എടുത്താൽ വി റൈസ് ടു -1 എന്ന് എഴുതാം അല്ലേ? വി റൈസ് ടു -1 ഇറ്റ് ഇസ് ഈക്വൽ ടു 2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ. ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. So we get -1 into v raised to -2 അല്ലേ? -1 into v raised to -2 into dv by dt equal to 2 alpha constant ആണ്. And what is dx by dt? dx by dt is also velocity plus beta constant ആണ്. അതിൻ്റെ ഡിഫറൻസിയേഷൻ പോയി നോക്കൂ. dv by dt ആക്സിലറേഷൻ ആണ്. -1 ബൈ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ ഫൈനൽ സ്റ്റെപ്പ് ഉള്ളത്? ഡി വി ബൈ ഡി ടി ആക്സിലറേഷൻ ആണ്. അത് മാത്രം ഈ സൈഡിൽ നിർത്തിയാൽ താഴെ ഉള്ള ഇപ്പുറത്തുള്ള മൈനസ് അപ്പുറത്തുണ്ട്. അപ്പോൾ -2 ആൽഫ വി എന്നുണ്ടാവും. പിന്നെ ഇവിടെ ഒരു 1 ബൈ വി സ്ക്വയർ ഉണ്ടാവും. അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ ആ വി സ്ക്വയറും വിയും കൂടി വി ക്യൂബ് ആവും. അപ്പോൾ ഡി വി ബൈ ഡി ടി ആക്സിലറേഷൻ ആണ്. ദാറ്റ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു -2 ആൽഫ വി സ്ക്വയർ എന്നാണ് ആൻസർ കിട്ടിയത്. -2 ആൽഫ വി സ്ക്വയർ അല്ല, വി ക്യൂബ്. അവിടെ ഓൾറെഡി ഒരു വി ഉണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് ഈ സ്ക്വയർ അങ്ങോട്ട് ചെല്ലുകയും ചെയ്തു. റെഡി അല്ലേ? അപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നു ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ.